ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ വലിയ രീതിയിൽ ചരക്ക് നീക്കം നിലച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഹോർമൂസിനെ മറന്നേക്കൂ. ഹോർമൂസിനെ കവച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴിതാ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു മെഗാ പദ്ധതി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ഹോർമൂസിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വ്യാപാരം സകലതും കടന്നു പോകുന്നത്. ഇപ്പോഴിതാ മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കാരണം ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഊർജ്ജ തന്ത്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇറാഖ്, സൗദി അറേബ്യ എന്നിവ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കേണ്ടതില്ലാത്ത എണ്ണ കയറ്റുമതിക്കായി ബദൽ മാർഗങ്ങൾ ഒരുക്കുകയാണ്. ഈ പദ്ധതിയുടെ പിന്നിലെ ലക്ഷ്യം അവരുടെ വ്യാപാരം സംരക്ഷിക്കുകയും എണ്ണ വിപണിയിൽ അല്ലെങ്കിൽ എണ്ണ വ്യാപാരത്തിൽ ഇറാന്റെ സ്വാധീനം നശിപ്പിക്കുക എന്നുള്ളതുമാണ്. ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും ആഗോള വിപണിയിൽ എണ്ണ വില ഗണ്യമായി ഉയരുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ കടൽപാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ നികുതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഗൾഫ് മേഖലയിൽ നിലവിൽ കോടിക്കണക്കിന് ഡോളറിന്റെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടന്നു വരികയാണ്. ആഗോള ബാങ്കായ ഗോൾഡ്സ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണെങ്കിൽ 2020 അവസാനത്തോടെ ഗൾഫ് രാജ്യങ്ങളുടെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 45% ഹോർമൂസ് ഒഴികെയുള്ള റൂട്ടുകളിലൂടെ കയറ്റുമതി ചെയ്യാൻ കഴിയും. 2028 അവസാനത്തോടെ ഈ ശേഷി 60% എത്തും. ഇത് ബന്ദർ റൂട്ടിലൂടെ പ്രതിദിനം 7.3 ദശലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോകാൻ സാധ്യമാക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ പദ്ധതി നിലവിൽ പകുതി പൂർത്തിയായിട്ടുണ്ട്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് ഉദ്യോഗസ്ഥർക്ക് 2027 പദ്ധതി പൂർത്തിയാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഏകദേശം 252 മൈൽ നീളമുള്ള പൈപ്പ് ലൈൻ പ്രവർത്തനക്ഷമമാകുന്നതോടെ UAE കരയിലൂടെയുള്ള എണ്ണ കയറ്റുമതി പ്രതിശേഷി പ്രതിദിനം 3.6 ദശലക്ഷം ബാരലായി ഉയരും. ആഗോള ഊർജ്ജ വിതരണം നിരവധി കടൽ മാർഗങ്ങളെ മാത്രം ആശ്രയിക്കാതിരിക്കാൻ UAE വർഷങ്ങൾക്ക് മുമ്പ് ഈ ബദൽ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി പ്രസിഡന്റ് സുൽത്താൻ അൽ ജാബർ പറഞ്ഞിട്ടുമുണ്ട്. ഇറാഖും സൗദി അറേബ്യയും കടുത്ത മത്സരത്തിലാണ്. പ്രാദേശിക സ്ഥിരതയിൽ നിന്ന് എണ്ണ കയറ്റുമതി സംരക്ഷിക്കുന്നതിനായി ഇറാഖ് 435 മൈൽ നീളമുള്ള ബസ്ര ഹദീദ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പണികളും ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഒടുവിൽ ജോർദാൻ, സിറിയ, തുർക്കി എന്നീ രാജ്യങ്ങളെ ശൃംഖലകളുമായി ബന്ധിപ്പിക്കും. $1.5 ബില്യൺ പ്രാരംഭ ബഡ്ജറ്റുള്ള ഈ പദ്ധതി പ്രതിദിനം 2.5 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. മറുവശത്ത് ചെങ്കടലിലേക്കുള്ള അസംസ്കൃത എണ്ണ പൈപ്പ് ലൈനിന്റെ ശേഷി പ്രതിദിനം 9 ദശലക്ഷം ബാരലായി ഉയർത്താനുള്ള പദ്ധതി സൗദി അറേബ്യ പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.